ഹലോ നമസ്കാരം. ഞാൻ അഡ്വക്കേറ്റ് കാർത്തിക് ഹരിഹരൻ. അപ്പം ഞാൻ ഒരു ചെറിയ സെഗ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് സംഭവത്തിലേ ഉള്ളൂ, ഓരോ ഡിപ്പാർട്ട്മെൻറ്റിനെ പറ്റി അല്ലെങ്കിൽ ഓരോ പ്രൊഫഷനെ പറ്റി ഒരു ചെറിയ ഹിസ്റ്ററി പറഞ്ഞതാണ്. അപ്പോൾ ആദ്യത്തെ വീഡിയോ എന്ന് പറയുമ്പം എഞ്ചിനീയറിംഗ് പ്രൊഫഷനെ പറ്റിയായിരുന്നു. അപ്പോൾ ആ വീഡിയോ കഴിഞ്ഞു. ഇത് രണ്ടാമത്തെ വീഡിയോ ആണ്. അപ്പോൾ ഈ വീഡിയോയ്ക്കകത്തിൽ ഉദ്ദേശിക്കുന്നത് ഫയർ സർവീസ് ഡിപ്പാർട്ട്മെൻറ്റിനെ പറ്റിയാണ്. നമുക്കറിയാം, ഈ ഡിപ്പാർട്ട്മെൻറ്റ് എന്ന് പറയുമ്പോൾ എല്ലാവരും ബഹുമാനിക്കുന്ന ആദരിക്കുന്ന ഒരു ഡിപ്പാർട്ട്മെൻറ്റാണ്. അപ്പം ഇപ്പം അതിനെപ്പറ്റി പറയുകയാണെങ്കിൽ തന്നെ ഇപ്പം ഒരു കോവിഡ് വന്നു, അല്ലെങ്കിൽ ഫ്ലഡ് വന്നു, അല്ലെങ്കിൽ തീപിടുത്തം ഉണ്ടായി, മണ്ണിടിച്ചിലുണ്ടായി, എല്ലാ കാര്യത്തിനും ഓടിയെത്തുന്ന സേവനം ചെയ്യുന്ന ഒരു ഡിപ്പാർട്ട്മെൻറ്റാണ് ഫയർ സർവീസ് ഡിപ്പാർട്ട്മെൻറ്റ്. അപ്പോൾ ഇവർക്ക് വേണ്ടിയിട്ടൊരു ദിവസം ഉണ്ട്, ഈ ഡിപ്പാർട്ട്മെൻറ്റിനുമായിട്ട് കണക്ട് ചെയ്യുന്നൊരു ദിവസം ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉണ്ട്. അപ്പം നമുക്കതിൽ ചരിത്രത്തിലേക്ക് പോകാം. സംഭവം നടക്കുന്നത് 1944 1944 ഏപ്രിൽ 14 ബോംബെ തീരത്ത് SS പോർട്ട് സ്റ്റിക്കേ എന്ന് പറയുന്ന കപ്പലിനൊരു തീപിടുത്തം ഉണ്ടായി. തീപിടുത്തം ഉണ്ടാകാനായിട്ട് കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ 1200 ടൺ ഓഫ് എക്സ്പ്ലോസീവ്സ് ഉണ്ടായിരുന്നു. അതാണ് തീപിടുത്ത കാരണമായിട്ട് പറയപ്പെടുന്നത്. അപ്പോൾ അങ്ങനെ തീപിടുത്തം ഉണ്ടായപ്പോൾ അതിൻ്റെ രക്ഷാപ്രവർത്തനവുമായിട്ട് ബന്ധപ്പെട്ട് നിരവധി ഫയർ ഉദ്യോഗസ്ഥർ അവിടെ എത്തുകയും അതിൽ 66 ഉദ്യോഗസ്ഥർ ആ തീപിടുത്തത്തിൽ ജീവത്യാഗം ചെയ്യുകയും ചെയ്തു, അതായത് മരണപ്പെടുകയും ചെയ്തു. അപ്പോൾ ഇവരുടെ ഓർമ്മയ്ക്ക് വേണ്ടിയിട്ടാണ്, ഇവരുടെ ധീരതയ്ക്കും ഓർമ്മയ്ക്കും വേണ്ടിയിട്ടാണ് പിന്നീട് അതിനുശേഷം നമ്മൾ ഫയർ ഡേ ആയിട്ട് ആദരിക്കുന്നത്. അപ്പോൾ ഏപ്രിൽ 14 ഫയർ ഡേയും അതിനുശേഷമുള്ള ഒരാഴ്ച ഫയർ സർവീസ് വീക്കും ആദരിക്കുക. അതായത് ഈ മരണത്തുമായിട്ട് ബന്ധപ്പെട്ട് ഒരാഴ്ച കാലം ഫയർ സർവീസ് വീക്കായിട്ട് ആദരിക്കുകയും ചെയ്തു. അപ്പം ഇങ്ങനൊരു വീഡിയോ ചെയ്യാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാനിങ്ങനെ 10 ഡിപ്പാർട്ട്മെൻറ്റും 10 സർവീസും ഇങ്ങനെ ഒരു ആലോചിച്ചപ്പോൾ തന്നെ എൻ്റെ അച്ഛനാണ് പറഞ്ഞത്. എൻ്റെ അച്ഛൻ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥനായിരുന്നു, റിട്ടയർഡായി. അപ്പം അദ്ദേഹമാണ് പറഞ്ഞത് ഇങ്ങനൊരു വീഡിയോ എൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിനെ പറ്റി ഒരെണ്ണം ചെയ്യുക, കാരണം ഒരുപാട് ഇപ്പം നല്ലൊരു പ്രൊഫഷണൽ ഡിപ്പാർട്ട്മെൻ്റ് അല്ലേ. അപ്പം ഞാൻ പറഞ്ഞു ഓക്കെ എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ചരിത്രം അറിയില്ലായിരുന്നു. അപ്പോൾ അച്ഛനായിരുന്നു ഇങ്ങനെ ഒരു ചരിത്രം പറഞ്ഞു തന്നു. അപ്പം ആ ഒരു ഡിപ്പാർട്ട്മെൻറ്റിന് വേണ്ടിയിട്ടുള്ള വീഡിയോ ആണ്, ട്രിബ്യൂട്ടാണ്. അപ്പം വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പം നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് അറിയിക്കുക. താങ്ക് യു.